ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ നാത്തൂൺ സൗദത്തിലേക്ക് വീണ്ടും വലിയൊരു സ്വാഗതം. ഇന്ന് വീണ്ടും നമ്മളൊരു കിച്ചൺ വീഡിയോ ആയിട്ട് ആണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നേക്കുന്നത്. കണ്ടോ, കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ കിച്ചണും ഫുള്ളായിട്ട് ഡിസോർഡറായിട്ട് കിടക്കുകയാണ്. കുറേ ഗസ്റ്റുകളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 5-8 ദിവസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ഗസ്റ്റുകളുണ്ടായിരുന്നു. പിന്നെ 1-2 മരണം ഉണ്ടായിരുന്നു, കല്യാണം ഉണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാം കൂടെ വന്നുകൊണ്ട് എനിക്കെല്ലാം മാനേജ് ചെയ്യാൻ പറ്റിയില്ല. അത് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും വൃത്തിയായിട്ട് കിടക്കുന്ന കിച്ചൺ ആയിരുന്നത് കൊണ്ട് ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷനായി. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് വൃത്തിയാക്കണം, ഇങ്ങനെ താമസിപ്പിക്കരുത്, നീണ്ടു പോകരുതെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ഈ പണിയിലേക്കങ്ങ് കൈവയ്ക്കുക കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ എന്ത് സാധനവും വൃത്തിയാക്കി വെച്ചാൽ അത് ജീവിതകാലം മുഴുവൻ അത് വൃത്തിയായിട്ട് ഇരിക്കത്തില്ല. അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുക്കുമ്പോൾ അതങ്ങനെ ഡിസോർഡർ ആവും. പക്ഷേ നമ്മൾ അത് വീണ്ടും ഓർഡർ ആക്കേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മൾ ഫുഡ് കഴിച്ചു, ആ ഫുഡ് തീരും അല്ലേ, തീർന്നു കഴിയുമ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, ഫുഡ് ഉണ്ടാക്കും. അയ്യോ, ഞാൻ ഉണ്ടാക്കിയ ഫുഡ് മുഴുവൻ തീർന്നു പോയല്ലോ എന്നും പറഞ്ഞ് നമ്മളാരും മടി പിടിച്ചിരിക്കാറില്ല. കാരണം കഴിക്കണമെങ്കിൽ ഉണ്ടാക്കി പറ്റും. നിങ്ങൾക്ക് കാണാം, എൻ്റെ കിച്ചണിൻ്റെ വലുപ്പം നോക്കിക്കേ, 1, 2, 3 കണ്ടോ. ആ 3 ടൈലിൻ്റെ വീതിയിലാണ് എൻ്റെ കിച്ചൺ ആരംഭിക്കുന്നത്. അങ്ങോട്ടും അതുപോലെ തന്നെ ഒരു 6 ടൈൽ പീസ് കാണും, അത്രേ ഉള്ളൂ. ഇത്രയും ചെറിയ കിച്ചണാണ്. അപ്പോൾ നമ്മുടെ കിച്ചൺ എത്ര വലുതായാലും ചെറുതായാലും അത് സൂക്ഷിക്കുന്നതിലാണ് അതിൻ്റെ കാര്യം. പലപ്പോഴും നമ്മൾ പറയും എൻ്റെ കിച്ചൺ ചെറുതാണ് അല്ലെ മോശമാണ്, എനിക്ക് നല്ലൊരു വീട് പണിതിട്ട് വേണം എൻ്റെ കിച്ചൺ വൃത്തിയാക്കി വയ്ക്കാൻ. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ കാരണവന്മാരും അല്ലേ, ചൊട്ടയിലെ ശീലം ചുടല വഴുതെ. അതായത് കുഞ്ഞുനാളിൽ നമ്മൾ പഠിക്കുന്ന എന്താണോ, നമ്മൾ ശീലിക്കുന്ന എന്താണോ, അതാണ് അവസാനം വരെ നമ്മളിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ കിച്ചൺ വൃത്തിയുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വൃത്തിയുണ്ട് എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ. ചില ആളുകൾ പറയുന്നത് കേൾക്കാം, ആ വീട്ടിൽ പോയ ഒരു പച്ചവെള്ളം പോലും കുടിക്കാൻ ഇഷ്ടം തോന്നില്ലെന്ന്. കാരണം എന്താ, അവിടെ ആ വീട്ടമ്മയെ അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ്. നമ്മളാരും അറിഞ്ഞുകൊണ്ടല്ലല്ലോ ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നത്, അല്ലല്ലോ. ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കുക അല്ലേ. എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഈ ചെയ്യുന്നതൊന്നും പൂർണ്ണമായിട്ടും അതിൽ എന്താ പറയുക, പൂർണ്ണതയുണ്ടെന്നൊന്നും പറയില്ല. എനിക്കറിയാവുന്നതായ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഞാൻ കുഞ്ഞുനാളിൽ ശീലിച്ചതായ ചെറിയ ചെറിയ കാര്യങ്ങൾ. ഏതെങ്കിലുമൊക്കെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ അവിടെ നന്നായി ശ്രദ്ധിക്കാം. അവിടെ ചെയ്തേക്കുന്ന ഓർഡറായിട്ട് വെച്ചേക്കുന്ന രീതി, എൻ്റെ അടുത്ത് ഇല്ലാത്തത്, അതൊക്കെ ഞാൻ നോക്കും കേട്ടോ. എന്നിട്ടാണ് ഞാൻ കിച്ചൺ കുറച്ചും കൂടെ ഓരോ പ്രാവശ്യം വ്യത്യാസങ്ങളൊക്കെ വരുത്തും. അപ്പോൾ ഏറ്റവും നല്ലതാക്കണം എങ്ങനെ ഒരു ചിന്ത, എന്ത് കാര്യം ചെയ്താലും ഏറ്റവും നന്നായി ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യം തന്നെ കിച്ചണിലേക്ക് അങ്ങ് പ്രവേശിച്ചു. ഈ പാത്രങ്ങളെല്ലാം ആദ്യം നമ്മുടെ വീട്ടിൽ പാത്രങ്ങൾ കഴുകി വെച്ചാൽ പണി കഴിഞ്ഞു എന്നാണ്. ചില ആളുകൾ നമ്മൾ മീനോ അങ്ങനെ എന്തൊക്കെ കഴിച്ചാൽ എല്ലാം കൂടെ കൂട്ടി ഇളക്കി കഴുകി മറിച്ച് കളയും. പക്ഷേ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി വയ്ക്കുക. അതിനുശേഷം സിങ്ക് കണ്ടോ, സിങ്ക് നന്നായിട്ട് കഴുകണം. അല്ലാതെ ആ കഴിക്കുന്ന വേസ്റ്റ് പാത്രത്തിൽ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ബ്രഷ് ഇട്ട് തേച്ച് കഴുകി വൃത്തിയാവില്ല. ആ ബ്രഷിലൊക്കെ അല്ലെങ്കിൽ ആ കഴുകുന്ന ആ സ്പോഞ്ചിലൊക്കെ അതിൻ്റെ അവശിഷ്ടങ്ങൾ കാണും. അപ്പോൾ ആദ്യം ഒരു റൗണ്ട് എല്ലാം ഒന്ന് ജസ്റ്റ് ചുമ്മാ അത് വൃത്തിയാക്കി വയ്ക്കുക. അതിൻ്റെ അകത്ത് ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ നീക്കുക. അതിന് ശേഷം നമ്മൾ സിങ്ക് നന്നായി തേച്ച് കഴുകണം. കാരണം എന്നാണെന്നറിയോ, നമ്മൾ കഴുകി അതിലേക്കല്ലേ വെക്കുന്നത്. അപ്പോൾ ആ പാത്രം വൃത്തിയുള്ളതല്ലെങ്കിൽ ഇത് വീണ്ടും വൃത്തികേടാവില്ലേ. അപ്പോൾ ഇടയിലൊക്കെ ഒന്ന് ആഴ്ചയിലൊക്കെ ഒന്ന് ചൂടുവെള്ളത്തിൽ കഴുകുകയോ, അല്ലെങ്കിൽ ഇതുപോലെ ഞാൻ മീനിൻ്റെയൊക്കെ മണം അത്ര അധികം ഉള്ളപ്പോൾ സോപ്പ് കുളിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പില്ലേ, അതുകൊണ്ടൊക്കെയാണ് ഞാൻ കഴുകുന്നത്. അപ്പോൾ നല്ലൊരു മണമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നന്നായി കഴുകിയതിന് ശേഷം വീണ്ടും ഞാൻ ഓരോ പാത്രങ്ങളെടുത്ത് ഇതുപോലെ സോപ്പ് ഇട്ട് കഴുകി വെച്ചേക്കും കേട്ടോ. അപ്പോൾ എല്ലാം ഒരുമിച്ച് കഴുകി നമ്മൾ ഈ പാത്രത്തിലേക്ക് എടുത്ത് അടുക്കി അങ്ങ് വയ്ക്കും. എന്നിട്ട് നന്നായിട്ട് വെള്ളം പോയതിന് ശേഷം അതത് സ്ഥലത്തെടുത്ത് വയ്ക്കും. അപ്പോൾ തന്നെ ഈ ചെറുനാരങ്ങ ഇട്ടിട്ട് ഞാനിത് തിളപ്പിക്കുന്നത് എന്തിനാണെന്നറിയോ, ചില പാത്രങ്ങളിൽ നെയ്യുടെ അംശമൊക്കെ അങ്ങനെയൊക്കെ ഉള്ള കാണുമല്ലോ. നമ്മൾ ഗ്ലാസ്സൊക്കെ എത്ര കഴിയാലും അതിലൊരു മണം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പോവാനായിട്ട് ഞാൻ ഈ ചൂടുവെള്ളം ഉപയോഗിച്ചാണ് കഴുകുന്നത്. ഇത് നമ്മുടെ പാൽ കുപ്പി കേട്ടോ. അത് എനിക്ക് ഭയങ്കര ഉപകാരപ്രദമായൊരു ടിപ്പാണ് ഈ കാണിക്കുന്നത് നിങ്ങളെ. ഇതിൻ്റെ അകത്ത് നമ്മൾ ആ ഇരുമ്പിൻ്റെ സ്ക്രബ്ബറില്ലേ, ആ സാധനം കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാൽ കുപ്പിക്കകത്തേക്ക് കുറച്ച് സോപ്പ് നന്നായിട്ട് അതിലേക്ക് അങ്ങ് തേക്കും. കുളി സോപ്പോ അല്ലെങ്കിൽ ലോഷനോ എന്തെങ്കിലും പാത്രം, ഡിഷ് വാഷോ, ലോഷൻ അല്ലാട്ടോ ഡിഷ് വാഷോ അങ്ങനെ എന്തെങ്കിലും അതിലേക്ക് ആ ഇരുമ്പിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടത് മേലോട്ടും താഴോട്ടും നന്നായിട്ട് കുലുക്കും. അപ്പോൾ നല്ല സൂപ്പറായിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ.
അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പോൾ പാത്രം എല്ലാം കഴുകിയെല്ലാം ഒരു സ്ഥലത്ത് സെറ്റ് ഒതുക്കിയിട്ടോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കിച്ചണിലെ പ്രധാന സംഭവം നമ്മുടെ ഗ്യാസ് സ്റ്റൗ. അത് മുന്നൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്, നല്ല ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നത്. ഈ കയ്യിലിടുന്ന സാധനം ഉണ്ടല്ലോ, അത് ഭയങ്കര ഉപകാരപ്രദമാട്ടോ. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. ഏത് വീട് വൃത്തിയായാലും കിച്ചൺ വൃത്തിയാക്കി വെക്കണം എന്ന് ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ എവിടെ കണ്ടാലും മേടിക്കണേ. നമ്മളിങ്ങനെ തൂക്കുകയോ പിടിക്കുകയോ പെറുക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇത് കയ്യൻ താഴെ വീണ് പോകുന്നില്ലല്ലോ, അത് അതുപോലെ തന്നെ കിടക്കും. അതിനെ നമ്മൾ പിടിക്കണ്ട, അത് നമ്മുടെ കയ്യിൽ പിടിച്ച് കിടക്കും. ഇതവിടെ ഭിത്തിയിൽ പെയിൻറ്റ് നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ തെറിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് തെറിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അവിടെ കിടന്നൊരു തകരത്തിൻ്റെ കഷ്ണം കൊണ്ട് വെച്ചതാണ്. കണ്ടോ, നമുക്കിങ്ങനെ സൈഡൊക്കെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നല്ല ഈസി ആയിട്ട് തുടച്ചെടുക്കാം. അത് നമ്മൾ ഒരു പ്രാവശ്യം തുടയ്ക്കുമ്പോൾ തന്നെ നല്ല തുണി ആയതുകൊണ്ട് നല്ല സൂപ്പറായിട്ട് ക്ലീൻ ആവും. നിങ്ങൾക്ക് കാണാം, ഇപ്പം തന്നെ കാണാം. അതൊന്ന് കഴുകുക പോലും ചെയ്യാതെ തന്നെ അത്രമാത്രം ക്ലീനായിട്ട് കിട്ടുവാണ്. അപ്പം അതുകൊണ്ട് കണ്ടോ എങ്ങനെ നമ്മൾ കുലുക്കുമോ, ഇനി അതുകൊണ്ട് തന്നെ നമുക്ക് കൈയൊന്ന് അങ്ങനെ തന്നെ ഒന്ന് വാഷ് ചെയ്യാം. അങ്ങനെ വാഷ് ചെയ്തിട്ട് വീണ്ടും ഒന്നോടെ അതൊന്ന് വൃത്തിയാക്കി കഴുകുക. അതിൻ്റെ പണിയും കഴിഞ്ഞു കേട്ടോ. അപ്പം ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കിട്ടിയാൽ നിങ്ങളിത് ഉപയോഗിച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അത്രയും സൂപ്പറാണ്, ഞാൻ വെറുതെ പറയുന്നതല്ല, വളരെ സൂപ്പറായ സംഭവം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളിങ്ങോട്ട് പറയുന്നത്. ഇത് നമുക്ക് നമ്മുടെ അതിൻ്റെ സ്ലാവൊക്കെ തുടയ്ക്കാൻ നല്ല സൂപ്പറാണ്. അപ്പം അത് നല്ല അടിപൊളി ഇതാണ്. പിന്നെ ഈ കഴുകിയ എല്ലാ സാധനം കൊണ്ടും ഞാൻ ഒന്ന് വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കുവാണ്. ഇത് വേറൊരെണ്ണമാണ് എൻ്റെ കയ്യിൽ. ഇത് ഞാനിതുപോലെ നമ്മുടെ മിക്സി, അതുപോലെ നമ്മുടെ ഡൈനിങ് ടേബിളൊക്കെ തുടയ്ക്കാൻ മാത്രമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ ഇത് നല്ല ഉപയോഗം ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാം. ഇനി ഇതെല്ലാം പണിയെല്ലാം കഴിഞ്ഞു, ഞാൻ അതെല്ലാം നന്നായിട്ടൊന്ന് തൂത്തുവാരി അടുക്കള. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത് നമ്മുടെ കിച്ചൺ കഴുകാനാണ്, തുടയ്ക്കാനാണ്. ഇത് തുടയ്ക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ബക്കറ്റാണ്. അതാണ് അതിൻ്റെ ആ കോലം കേട്ടോ. അത് തേച്ച് കഴുകാണ്ടല്ല, അത് വർഷങ്ങളായിട്ട് അതങ്ങനെ തന്നെ ഉപയോഗിക്കുന്നതുകൊണ്ട് അതങ്ങനെയായി തീർന്നു. ഒന്ന് ചത്താലല്ലേ മറ്റൊന്നിന് ഗുണം എന്ന് പറയുന്നത് കേൾക്കുന്നില്ലേ. അപ്പം ഞാൻ അതിൻ്റെ ഒഴിച്ചേക്കണേ ഒരു ലോഷനാട്ടോ. അതെല്ലാം കൊണ്ട് നല്ല വൃത്തിയായിട്ട് തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉള്ള എൻ്റെ കിച്ചണിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാട്ടോ. അപ്പം നമ്മൾ ഏതെങ്കിലും ലോഷൻ ഇപ്പം ഞാനത് ഉപയോഗിച്ചതെന്നു വെച്ചാൽ നല്ല മണമുണ്ട്. നമ്മുടെ അടുക്കളയിലേക്കൊക്കെ നല്ല സൂപ്പറായിട്ട് മണം ഉണ്ടാവും. അതുപോലെ തന്നെ നല്ല ഒരു വൃത്തി, നമ്മുടെ കാലൊക്കെ ചവിട്ടുമ്പോൾ നല്ലൊരു നമുക്കൊരു സുഖം തോന്നും കേട്ടോ. അത്രയ്ക്ക് നല്ലൊരു വൃത്തിയാവും. അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ അവിടെ ഗ്ലാസ്സാണ് വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടെ വെറുതെ ഇരുന്നപ്പോൾ ഒരു ചെടി എടുത്ത് അവിടെ അങ്ങോട്ട് വെച്ചു, അത്രേ ഉള്ളൂ. അത് ഞാനിപ്പോൾ തന്നെ മാറ്റും കേട്ടോ. വെറുതെ ഞാൻ അങ്ങനെ അങ്ങ് വെച്ചതേ ഉള്ളൂ. പിന്നെ ഇവനെ എപ്പോഴും അങ്ങനെ അവിടെ തൂങ്ങിക്കിടക്കാറ് നിങ്ങൾ കാണാറുള്ളതാണല്ലോ. എൻ്റെ മറ്റു വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവാം, അതവിടെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കാലിയായിരിക്കുന്നത് ഞാൻ ഈ കാണിക്കുന്നത്. നമ്മുടെ ഷെൽഫെല്ലാം കാലിയായി, ഈ പാത്രം വയ്ക്കുന്ന ഇതെല്ലാം കാലിയായി. അപ്പോൾ ഇതെല്ലാം ഇനിയൊന്ന് നമുക്ക് ഓർഡറാക്കി എടുത്ത് അടുക്കി വയ്ക്കണം. അപ്പോൾ കണ്ട ഒരു ബാഗ് കിടക്കുന്നുണ്ടോ, ആ ബാഗ് എല്ലാ വീട്ടമ്മമാർക്കും വീട്ടിൽ ആവശ്യമാണ് കേട്ടോ. കാരണം എന്താണെന്നറിയോ, നമ്മുടെ ഒത്തിരി കത്തികളുണ്ട് അതിൻ്റെ അകത്ത് നമുക്ക് ഒളിച്ചു വയ്ക്കാം. കാരണം വീട്ടിലുള്ള മറ്റുള്ളവരെടുത്തുകൊണ്ട് പോകാതിരിക്കാൻ. അതുപോലെ നമുക്ക് എന്തെങ്കിലും കൈക്കല തുണി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് സൂക്ഷിച്ച് വെക്കാൻ പറ്റുമേ. അതിന് വേണ്ടിയാണ് കണ്ടോ. പിന്നെ എൻ്റെ കിച്ചൺ വളരെ ചെറുതാണ്, നിങ്ങളെ കാണിച്ചല്ലോ. അപ്പോൾ എനിക്ക് എല്ലാ സാധനമൊന്നും കറക്റ്റായിട്ട് വെക്കാൻ പറ്റുന്ന പ്രത്യേക സ്ഥലങ്ങളൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ സ്പെഷ്യലായിട്ടൊരു സ്ഥലമൊന്നുമില്ല. അപ്പം ഞാൻ നമ്മുടെ ഈ മിക്സിയുടെ ജാറ് വെക്കാൻ അങ്ങനെ ഒരു സ്ഥലമാണ് കണ്ടേക്കുന്നത്. അത് അവിടെ വൃത്തിയായിട്ട് അത് അവിടെ അങ്ങനെ ഇരുന്നോളും. അപ്പോൾ കണ്ടോ, അവിടെയെല്ലാം നല്ല ക്ലീനായിട്ട് നമ്മൾ ഇടയിലെങ്കിലും നമ്മുടെ ജനലൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി വയ്ക്കുക. ഇതാണ് ഞാൻ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞു, അതുകൊണ്ട് അതോടെ ഇരിപ്പുണ്ട്. അതൊക്കെ എടുക്കാൻ പാകത്തിന് തന്നെ ഞാൻ വെച്ചേക്കും. ഇത് നമ്മൾ പാത്രം കഴുകാൻ വേണ്ടിയുള്ള ഒരു ഇതാണ്. അതും കഴിഞ്ഞു. എല്ലാ സാധനങ്ങളും മാസത്തിൽ ഒരുമിച്ചാണ് വാങ്ങുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കണ്ടോ, ഈ ഒരു ടിന്ന് നിങ്ങൾ കാണുന്നില്ലേ, ഇതിൻ്റെ അകത്ത് മുഴുവൻ വേസ്റ്റായ സാധനങ്ങൾ, അതായത് നമ്മുടെ ഭക്ഷണ സാധനങ്ങൾ, പേപ്പറുകൾ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഞാൻ അതിൻ്റെ അകത്തിട്ട് അടച്ച് വയ്ക്കും. അപ്പോൾ നമ്മുടെ കിച്ചണിൽ ഒട്ടും മണം ഉണ്ടാവില്ല കേട്ടോ. മറ്റ് വേസ്റ്റ് നമ്മൾ ബക്കറ്റൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാൾ കുറേയും കൂടി നല്ലതാണ്. രാത്രിയാകുമ്പോൾ ഞാൻ ഇതുകൊണ്ട് കളയും. കണ്ടോ, അതിന് വേണ്ടി കേട്ടോ. അപ്പോൾ സോപ്പും ഇതെല്ലാം ഇങ്ങനെ വയ്ക്കുന്നു. പിന്നെ നമ്മുടെ ഓയിൽ കാര്യങ്ങളെല്ലാം ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കുവാണേ. ഇപ്പം അത് താഴോട്ട് വീഴത്തുമില്ല, എന്നാലും അത് വൃത്തിയായിട്ട് തന്നെ ഇരിക്കും. അതുപോലെ നമ്മുടെ കണ്ടോ എല്ലാ സാധനങ്ങളും ഞാനിങ്ങനെ ഓർഡറാക്കി നമ്മുടെ ചീനിച്ചട്ടികളെല്ലാം കഴുകി വൃത്തിയാക്കി അതെല്ലാം തൂക്കിയിട്ടു. അപ്പോൾ ഞാൻ സാധാരണ ഒരു വീട്ടമ്മയുടെ ഒരു രീതിയിലുള്ള ഒരു വീഡിയോയാണ്. നമ്മുടെ കയ്യിൽ നല്ല അടിപൊളി വലിയ കിച്ചണൊന്നും അല്ലാത്തവർ
ഇങ്ങനെയൊക്കെയാണല്ലോ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഒതുക്കിപ്പറക്കി വെക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒതുക്കിപ്പറക്കി വെച്ചേക്കും കേട്ടോ. അതുപോലെ നമ്മുടെ ചില്ലുകുപ്പികൾ, ഇത് എല്ലാ സാധനവും തന്നെ ഞാൻ ചില്ലുകുപ്പികളിലാണ് വെക്കുന്നത്. അപ്പോൾ ഇവിടേക്ക് എനിക്ക് അത്രയും വൃത്തിയായിട്ടൊന്നും അടുക്കി വയ്ക്കാനുള്ള ഒരു ടൈം കിട്ടിയില്ല, കാരണം രാത്രിയാണ്. അപ്പം പിന്നെ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കേണ്ടതായിട്ടുള്ളതുകൊണ്ട് ഞാൻ അത്യാവശ്യം ഈ കുപ്പികളൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഇതായിട്ട് വെച്ചു. കുറച്ചും കൂടെ നന്നായിട്ട് വെക്കാമായിരുന്നു, സമയത്തിൻ്റെ കുറവായതുകൊണ്ട് കേട്ടോ. അത് പിന്നെ ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ നാളെ ആണെങ്കിലും എനിക്കത് റെഡിയാക്കി വെക്കാമല്ലോ. നമ്മൾ കാരണം മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൂടി എന്താവരുത്, നമ്മൾ ബുദ്ധിമുട്ടാവരുതല്ലോ. അപ്പോൾ അവർക്ക് ഫുഡൊക്കെ കൊടുക്കണോണ്ട് ഞാൻ വേഗത്തിൽ ചെയ്തു. ചില ആൾക്കാർ അവർ ചെയ്യുന്ന ജോലി ചെയ്ത് കഴിഞ്ഞ് മാത്രമേ മറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയുള്ളൂ. അങ്ങനെ ആകുമ്പോൾ നമ്മളോട് എല്ലാവർക്കും ഒരു വെറുപ്പും ദേഷ്യമൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മിക്സി കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെയാണ്, ഈ സൈഡിൽ ഇവിടെയാണ് വെക്കുന്നത്. അപ്പോൾ എൻ്റെ നിങ്ങൾ കണ്ടല്ലോ, എൻ്റെ ഫൈനൽ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ കിച്ചൺ വൃത്തിയാക്കിയെടുക്കുന്നത്. അവിടെ ഹാളാട്ടോ. അപ്പം അവിടേക്ക് എടുക്കുമ്പോൾ അതും കൂടി അങ്ങനെ ആയിപ്പോവും, അല്ലാതെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ചേനയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ അവിടെ തന്നെ വെച്ചു. അങ്ങനെ എല്ലാം അതിൻ്റെ സ്ലാവിൻ്റെ അടിയെല്ലാം ഭാവം ഫുൾ ക്ലീൻ ചെയ്തു കേട്ടോ. അപ്പം ലാസ്റ്റ് ഫൈനലി ലുക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റ് ഞങ്ങൾക്ക് വലിയ പ്രോത്സാഹനമാണ്, സന്തോഷമാണ്. അതുകൊണ്ട് മറക്കരുത് കേട്ടോ. നിങ്ങളുടെ കമൻറ്റുകൾ ഒക്കെ കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. മുന്നിട്ട് ആ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും കൂടി ഒരു വീഡിയോ ഇടണമെന്ന്. അതുപോലെ കണ്ടോ, ഈ ബാഗ് എന്തിനാണെന്നറിയോ, നമ്മൾ ചിലപ്പോൾ ചില സാധനങ്ങളൊക്കെ മേടിക്കണമെന്ന് മനസ്സിലോർക്കും, പക്ഷെ പിന്നെ മറന്നു പോകും. അതുകൊണ്ട് അങ്ങനെ ഒരു ബാഗ് കണ്ടോ. എൻ്റെ കിച്ചൺ ഇങ്ങനെയാണ് ലാസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇതിലെന്തെങ്കിലും മാറ്റം വരുത്താനോ നിങ്ങൾക്ക് നല്ല ഐഡിയകളുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം കമൻറ്റിലൂടെ. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ കമൻറ്റുകൾക്കൊക്കെ ഞങ്ങൾ അതനുസരിച്ച് കൈകാര്യം ചെയ്യുന്നതായിരിക്കും. അണ്ടർ ഗ്ലാസ് ഇവിടെയാണ് ഞാനിങ്ങനെ ഗ്ലാസ്സുകൾ വയ്ക്കുന്നത്. അപ്പോൾ ആ ചെടിയെ മാറ്റിയിട്ട് ഞാൻ അതവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്റ്റീൽ കപ്പുകളും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ അവിടെയാണ് ഇങ്ങനെ വയ്ക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ആരെങ്കിലും മടി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് മടി മാറ്റി. കണ്ടോ, ഇവിടെ കണ്ടോ ഒരു സാധനം, ഒരു നീളത്തിലിരിക്കണം, ഇത് അരമാട്ടോ. അത് നമ്മുടെ വീട്ടിൽ നിർബന്ധമായിട്ടുണ്ടായിരിക്കണം അടുക്കളയിൽ. കാരണം നമ്മുടെ പലപ്പോഴും സ്ലാവിലൊക്കെ ഉരച്ച് നമ്മൾ കത്തിക്ക് മൂർച്ച കൂട്ടും. അപ്പോൾ സംഭവിക്കണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അങ്ങ് ഉരഞ്ഞ് തീരല്ലേ, അവിടെ അങ്ങ് അതിൻ്റെ ഷേപ്പ് നഷ്ടപ്പെടും. അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മളിതുപോലെ ഒരു ആരം വീട്ടിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ തോന്നുന്നോ ആ സമയത്ത് നമുക്കെടുത്തത് മൂർച്ച കൂട്ടാം. അല്ലെങ്കിൽ പുറത്ത് പോകാനൊക്കെ നമുക്ക് മടിയാവും അല്ലേ. അപ്പം കത്തിക്ക് മൂർച്ചയുണ്ടെങ്കിൽ നമ്മുടെ പണി വളരെ വേഗത്തിൽ നടക്കും. കത്തിക്ക് മൂർച്ചയില്ലെങ്കിൽ നമ്മൾ അത്രയും കൂടി നമ്മൾ കഠിനാധ്വാനം ചെയ്യണം. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇങ്ങനെ ഇഷ്ടമായെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒന്ന് കമൻ്റ് ഇടണം. നിങ്ങളുടെ കമൻറ്റാണ് ഞങ്ങൾക്ക് ഉത്സാഹം. മുന്നിതുപോലെ ഈ വീഡിയോ ഇങ്ങനെ ഇടാൻ കാരണം നിങ്ങളിതുപോലെ പറഞ്ഞു ഇങ്ങനെയുള്ള വീഡിയോസ് ഇടണം, ഞങ്ങൾക്ക് സന്തോഷമാണെന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ. വീണ്ടും നല്ലൊരു വീഡിയോ നമുക്ക് കാണാം.